കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എനിക്ക് തോന്നുന്നു 1 മാസത്തിലധികമായി, 2 മാസത്തിലധികമായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവവചന ഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുള്ള ദി സ്പിരിറ്റ് ലൈഫ് എന്നതിനെക്കുറിച്ച്, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ആത്മജീവിതത്തെക്കുറിച്ചുള്ള ബന്ധത്തിലുള്ള വിവിധ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ചാറ്റ് ബോക്സിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റർ ബ്യൂല അതിൻ്റെ ഒരു സമ്മറി ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് അപ്ഡേറ്റ്. 8-ാം അധ്യായത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു സമ്മറി, ക്വിക്ക് റിവിഷൻ ത്രൂ ദ ചാപ്റ്റർ 8. വെരി ഗുഡ്. അത് നമ്മുടെ 8-ാം അധ്യായം മുഴുവൻ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ അടുത്തൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓർക്കുക, നമ്മൾ റോമാലേഖനത്തിൻ്റെ പകുതി അധ്യായങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ റോമാലേഖനത്തിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം എത്ര കുഴിച്ചാലും എത്ര കോരിയെടുത്താലും അതിനകത്തെ ആത്മീയ മർമ്മങ്ങൾക്കൊരിക്കലും ഒരു കുറവ് സംഭവിക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ തലത്തിൽ, എത്രയോ ഇടങ്ങളിൽ, അല്ലെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ, എത്രയോ പ്രബന്ധങ്ങൾ, ഇതെല്ലാം ഈ ഒരു കൊച്ചു പുസ്തകത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. എത്ര എഴുതിയാലും ഇതുവരെയും അതിൻ്റെ പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. സോ ഇറ്റ് ഈസ് എവർ ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. നമുക്കൊരു കാര്യം പറഞ്ഞാൽ, 2 പ്രാവശ്യം പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങ് തീർന്നു പോകും. എന്നാൽ ഇത് പറയും തോറും വീണ്ടും പുതിയ ആലോചനകൾ ഈ വേദപുസ്തകത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്നത് കൊണ്ടാണ് ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇത് ഓരോ കാലഘട്ടത്തിലും നൂറ്റാണ്ടുകളായിട്ട് ഈ വചനം ഇങ്ങനെ പലരും വായിക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം എത്രയോ വർഷങ്ങൾ പിന്നിട്ടിട്ടാണെങ്കിലും അതിനകത്തു നിന്ന് വീണ്ടും പുതിയ കാര്യങ്ങൾ കേൾക്കാനായി, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായി, പുതിയ ദൈവിക ചിന്തകൾ കേൾക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഉറവ വറ്റാത്ത ഒരു ശേഖരമാണ്. ഒരിക്കലും ഉറവ നിന്ന് പോകാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം മുഖവരകൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. ഇന്ന് നമ്മൾ റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പുതിയ ഫ്രഷ് തോട്ട് എന്ന നിലയിൽ പൗലോസ് തൻ്റെ ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുവരികയാണ്. ഇത് വാസ്തവത്തിൽ പല വേദശാസ്ത്രജ്ഞരും കമൻറ്റേറ്റേഴ്സുമൊക്കെ വളരെയധികമായി ഒഴിവാക്കിയതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതോ ആയ ഒരു വാക്യങ്ങളാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മാത്രമല്ല, ഇതൊരു പാരന്തീസിസ് പോലെ, അതായത് 2 പ്രധാനപ്പെട്ട ചിന്തകളുടെ ഇടയിലുള്ള ഒരു വലിയ ആശയം. അതായത് 8-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൻ ജീവിതത്തെക്കുറിച്ചുള്ള വിസ്താരം അല്ലെങ്കിൽ ആത്മജീവിതത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു തന്നതെങ്കിൽ, അതിനുശേഷം വീണ്ടും നമ്മൾ 13-ാം അധ്യായത്തിൽ അടുത്തൊരു വലിയൊരു സംഗതിയിലേക്ക് 12 അധ്യായം കഴിഞ്ഞ് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു വലിയ ഒരു സംയോജിപ്പിക്കുന്ന, അല്ലെങ്കിൽ 2 ആശയങ്ങളുടെ ഇടയിൽ ഒരു കാര്യം സംയോജിപ്പിക്കുന്നതായ നിലയിലാണ് ഈ 9-ാമത്തെ അധ്യായം ഇവിടെ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 8-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചു നോക്കിയപ്പോൾ പൗലോസിൻ്റെ ലാംഗ്വേജ്, പൗലോസിൻ്റെ ഒരു ഭാഷ ശ്രദ്ധിച്ചാൽ, പൗലോസ് ഈ ജാതിയരായ ആളുകളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ പ്രേരണ അല്ലെങ്കിൽ വലിയൊരു ആഹ്വാനം റോമിലുള്ള സഭയിലുള്ള ദൈവജനത്തിന് നൽകുകയാണ്. അപ്പോൾ റോമാ സഭയിലുള്ള യഹൂദ വിശ്വാസികളെല്ലാം കരുതിയിരുന്നത് ഇത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു നവീകരണം, യഹൂദന്മാർ മാത്രം ഉൾക്കൊള്ളേണ്ടതായ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ യഹൂദന്മാർ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്നാണ് പലപ്പോഴും ഈ ഡ്യൂറിങ് ദി ഏർലി ടൈംസ്, ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഈ യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദർ വാസ് എ കൈൻഡ് ഓഫ് ഹെസിറ്റേഷൻ, ഒരു റിലക്റ്റൻസി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? റോമ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ജൂയിഷ് വിശ്വാസികൾക്ക്, യഹൂദ ക്രിസ്ത്യാനികൾക്ക് യവനായ അല്ലെങ്കിൽ ജാതീയ വിശ്വാസികളെ സഭയിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഒത്തിരി വിഷമതകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു വലിയ വാഗ്വാദങ്ങളും അതിനുള്ള പ്രസ്താവനകളും അതിനുള്ള പല കാര്യങ്ങളാണ് റോമാലേഖനത്തിൻ്റെ ഈ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ അങ്ങനൊരു ടോണാണ്
ഉണ്ടാകുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന റോമാ സഭയിലുള്ള യഹൂദ വിശ്വാസികൾ ഓർത്തു, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളെ ദൈവത്തിന് വേണ്ട എന്നാണോ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ ദൈവത്തിന് ആഗ്രഹമില്ല, ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ നിയോഗം അവസാനിച്ചോ, അല്ലെങ്കിൽ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി, യഹൂദന്മാരായി ഞങ്ങൾ ജീവിച്ചിരുന്നവരായി ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് ഇതിലേക്ക് മുമ്പോട്ട് വന്നപ്പോൾ ഇനിയും ഞങ്ങളുടെ പ്രസക്തി ഇല്ലാതായോ, ഞങ്ങൾ ഇനിയും ഒരു ഇറലവൻ്റ് ആണോ എന്ന് പൗലോസിൻ്റെ ഭാഷയിൽ നിന്ന് തോന്നിപ്പോയോ എന്ന് ഈ യഹൂദ ജനത്തിന് തോന്നി കാണുമെന്നതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് 9-ാം അധ്യായത്തിൽ ഹീ ഈസ് ഫോക്കസിങ് മോർ ടു ദി ജൂയിഷ് പീപ്പിൾ, ഓർ ഹീ ഈസ് മോർ കൺസേൺ ടു ദി ജൂയിഷ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായം വരെയും ഇറ്റ് വാസ് ടോക്കിംഗ് ടു ദ ജൂയിഷ് പീപ്പിൾ ബട്ട് കൺസേൺ ടു അബൌട്ട് ദി ജെൻറ്റൈൽസ്. യഹൂദന്മാരോട് തന്നെയാണ് സംസാരിച്ചിരുന്നത്, എന്നാൽ 8-ാം അധ്യായം വരെ ഹി വാസ് മോർ കൺസേൺ ടു ടോക്ക് അബൌട്ട് ദി ജെൻറ്റൈൽസ് ആൻഡ് ദെയർ സാൽവേഷൻ. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹി ഈസ് മോർ കൺസേൺ അബൌട്ട് ടു ടോക്ക് അബൌട്ട് ദ ജൂയിഷ് കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്, ടു ദ ജൂയിഷ് ഇറ്റ് സെൽഫ്. അവർ പൗലോസ് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു അബ്രഹാമിൻ്റെ സന്തതിക്ക് ഈ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് എന്താണ് സ്ഥാനം, എന്നാൽ യഹൂദന്മാരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയവും പദ്ധതിയും അവസാനിച്ചിട്ടില്ല എന്ന് പറയാനാണ് വാസ്തവത്തിൽ 9-ാം അധ്യായം ഓപ്പൺ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആദ്യ വാക്യം തന്നെ പൗലോസ് തൻ്റെ ഹോണസ്റ്റായിട്ടുള്ള, തൻ്റെ മനസ്സ് തുറന്നുള്ളൊരു പ്രസ്താവനയാണ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാനീ പറയുന്നതൊക്കെ വാസ്തവമാണ്, ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും കറക്റ്റായിട്ട് വാസ്തവമാണ്, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന യഹൂദ ജനത്തിന് ഒരുപക്ഷെ അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി കാണും, this is something that is not relevant to Jews, it is always something relevant to Gentiles. എന്നാൽ പൗലോസ് അതിൻ്റെ മറുപടി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ പറയുകയാണ്, ഇറ്റ് ഈസ് ദ ട്രൂത്ത് ദാറ്റ് ഐ ആം ട്രൈങ് ടു കൺവേ. ഞാൻ ഒരു വലിയ സത്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെ ഞാൻ ഇന്നത്തെ ദൈവജന ചിന്തനത്തിനായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദൈവജന പഠനത്തിനായിട്ട് ഈ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ വാക്കുകൾ കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട്, ഓർ ഹീ ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദി ബർഡൻ ദാറ്റ് ഹീ ഹാസ് ദി ബർഡൻ ഫോർ ദ ലോസ്റ്റ് പീപ്പിൾ. നാശത്തിലേക്ക് പോയ, അല്ലെങ്കിൽ പാപത്തിൽ വീണ് പോയ, നാശത്തിൽ വീണവരുടെ രക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ വിടുതലിനെക്കുറിച്ച്, ദി ബർഡൻ ഓഫ് ദി ലോസ്റ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ള ആത്മഭാരത്തിൻ്റെ വാക്കുകളാണ് റോമാലേഖനത്തിൻ്റെ ഈ ആദ്യത്തെ 5 വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നാം വായിച്ചു നോക്കുമ്പോൾ പൗലോസിൻ്റെ ഒരു ഒബ്ലിഗേഷൻ, ഹി മാനിഫെസ്റ്റ് ഒബ്ലിഗേഷൻ, തൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ വെളിപ്പെടുത്തുകയാണ്. ദാറ്റ് ഈസ് വാട്ട് വെൻ വി റീഡ് ഫ്രം വേഴ്സസ് 1 to 3, 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പൗലോസിൻ്റെ വലിയൊരു ഒരു ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ വലിയൊരു കടപ്പാട്, അല്ലെങ്കിൽ തൻ്റെ വലിയൊരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പോൾ ഈസ് മേക്കിംഗ് എ ഹോണസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വളരെ ആത്മാർത്ഥതയോടെ താൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഞാൻ പറയുന്നത് സത്യമാണ്. 1-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ഈ പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് അതിനെക്കുറിച്ച് ഒത്തിരി കേട്ടതായ ഈ റോമയിലുള്ള യഹൂദ ക്രിസ്ത്യാനികൾ ഈ പറയുന്നതൊക്കെ വളരെ വാസ്തവവിരുദ്ധവും തെറ്റുമാണ് എന്നുള്ള തലത്തിലേക്ക് അവർ ഹൃദയം ചെന്ന് പെട്ടുകയാണ്. അല്ലെങ്കിൽ അവർ ഈ ജാതിയരെ കർത്താവിലേക്ക് നേടിയെടുക്കുന്നതിനെക്കുറിച്ചും വിജാതിയരുടെ ഇടയിലുള്ള സുവിശേഷത്തെക്കുറിച്ചുമൊക്കെ പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ there would be people tempted to think that Paul is telling a lie. പോൾ ഒരു കള്ളമാണ് പറയുന്നതെന്ന് അവിടെയുള്ള ആളുകൾക്ക് തോന്നി എന്ന് കാണും. അതുകൊണ്ടാണ് പൗലോസ് അതൊന്ന് ഹോണസ്റ്റായിട്ട് തൻ്റെ മനസ്സ് തുറന്ന് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ആം ടെല്ലിങ് എ ലൈ, ഇറ്റ് ഈസ് ദ ട്രൂത്ത്. ഞാനൊരു സത്യമാണ് നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും യഹൂദന്മാർ വിചാരിച്ച് കാണും, ഈ പറഞ്ഞു വരുമ്പോൾ വി ആർ ഔട്ട്കാസ്റ്റ് ആൻഡ് ദേ ആർ സംവാട്ട് ഇൻസൈഡ്, അല്ലെങ്കിൽ ഈ ജാതിയരായ ആളുകളെല്ലാം
ഉള്ളിലും ഞങ്ങളെല്ലാം പുറത്തുമായി എന്ന തരത്തിലേക്ക് ഇവരുടെ ചിന്തകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പൗലോസ് പറയുന്നതൊക്കെ വാസ്തവ വിരുദ്ധമാണെന്ന് യഹൂദ ക്രിസ്ത്യാനികൾക്ക് പോലും തോന്നിയ ഒരു സാഹചര്യത്തിൽ അറ്റ് ദാറ്റ് മൊമെൻറ്റ് Paul is making a honest statement that I am telling the truth. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ Paul is trying to make a point that God want to work with you, or otherwise God has not yet finished with you Jews. നിങ്ങൾ യഹൂദന്മാരെ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അവസാനിച്ചിട്ടില്ല. യു ആർ സ്റ്റിൽ റെലവൻറ്റ് ഇൻ ദ മിഷൻ ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിങ്ങൾ ഇന്നും ഭാഗവാക്കുള്ളവരാണ്. കാരണം റോമാ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൊതുവെ പൗലോസിൻ്റെ ഭാഷയിൽ നിന്ന് the words that he was delivering, it seems that the Jews are no more relevant. യഹൂദന്മാർ ഇനി ആവശ്യമില്ല. യഹൂദന്മാരുടെ കഥ കഴിഞ്ഞു, അവരുടെ അവസരം കഴിഞ്ഞു, അവരുടെ the history is over. Now the history starts with the mission with the Gentiles എന്നതാണ് എന്ന തലത്തിൽ there was a resentment from various Jews to set back. ഇനി ഞങ്ങളുടെ കാര്യമില്ല, ഞങ്ങൾ we are all outcast and we are not relevant. എന്നാൽ ഇവിടെ പൗലോസ് ഊന്നൽ നൽകി പറയാണ്, he is reconfirming that you are still in the mission of the Lord. അന്ന് പ്രൈസ് ദ ലോർഡ് പഴയ നിയമ കാലഘട്ടത്തിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ കവനന്റ്, ദ ഗോഡ്സ് കവനന്റ് വിത്ത് ഇസ്രായേൽ, ഓർ ഗോഡ്സ് കവനന്റ് വിത്ത് ഹിസ് പീപ്പിൾ, ഓർ ഗോഡ്സ് കവനന്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ദ ലോർഡ്. ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ കവനന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പഴയ നിയമത്തിൽ കണ്ടത് അവസാനിച്ചിട്ടില്ല. യു ആർ സ്റ്റിൽ ഇൻ ദ പാർട്ട് ഓഫ് ദറ്റ് ഓൺ ഗോയിങ് മിഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തുടർമാനമായിട്ടുള്ള ദൗത്യത്തിൽ നിങ്ങളും ഭാഗവാക്കാണ് എന്ന് മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് പൗലോസിൻ്റെ വാക്കുകൾ. നമ്മൾ ഒന്നാമത്തെ വാക്യം വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസ് തൻ്റെ വളരെ ആത്മാർത്ഥമായ വാക്കുകൾ പറയുകയാണ്. ഇത് കേവലം ഒരു ഭംഗിവാക്ക് പറയുകയല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അത് പറയാനായിട്ട് അടുത്തൊരു വാക്യവും താൻ അവിടെ രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് വലിയ അവിടെ പറയുന്ന പൗലോസിൻ്റെ വാക്ക്, ഇത് ഞാൻ പറയുന്നതൊന്നും ചുമ്മാ ആളുകളെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യാനോ ഒരു ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജേന കർത്താവിലേക്ക് കൊണ്ടുവരാനോ ഒന്നുമല്ല. ദിസ് ഈസ് ഓൾ ട്രൂത്ത്. പലപ്പോഴും ഇന്നത്തെ എൻ്റെ സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു ദൈവവചന പഠനം മുഴുവൻ സഭയുടെ ദൗത്യത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. വി ആർ ഓൾ ടോക്കിംഗ് വിത്ത് the concerned maybe the things related to the mission of the church. അപ്പോൾ ഞാൻ ഇന്ന് ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്കുണ്ടായ ഒരു ചിന്ത അതുതന്നെയാണ്. ഞാൻ പലപ്പോഴും എന്നെ തന്നെ ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അവസരത്തിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ സുവിശേഷം പറയുകയും ആളുകളെ കർത്താവിലേക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള ആത്മാർത്ഥതയിലും അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ കൺവെൻഷൻ നടത്തുന്നു, ട്രാക്റ്റ് നൽകുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ ഈ വിഷയം അവരെ ധരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചിന്തയെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രസ്ഥാനത്തെ വലുതാക്കാനോ ആളെ കൂട്ടാനോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയാണോ, അതോ വാസ്തവത്തിൽ ഇവരെല്ലാം നാശത്തിലേക്ക് പോവുകയാണ്, ആ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അവരുടെ ആത്മഭാരം കൊണ്ടാണോ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം മറ്റൊരാളോട് പറയുന്നത് എന്ന് പലപ്പോഴും എന്നെ തന്നെ വിലയിരുത്തി ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരാളോട് സുവിശേഷം പറയുന്നതോ നമ്മൾ ഒരാളെ കർത്താവിന് വേണ്ടി നേടി നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സുവിശേഷ വേലയുടെ ഭാഗമായി മാറുന്നത് പലപ്പോഴും ഇറ്റ് ഇസ് നോട്ട്
ബിക്കോസ് ഓഫ് വി ആർ സപ്പോസ് ടു ഡു, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വലിയ ഒരു ദൗത്യം, അത് നമ്മുടെ ഒരു വലിയ പ്രക്രിയയാണെന്ന് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു മാൻഡേറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് ഓൾ ഡൺ ബിക്കോസ് ഓഫ് ദ ബർഡൻ. ബർഡൻ ഫോർ വാട്ട്? ബർഡൻ ഫോർ ദ ലോസ്റ്റ്. ഒരുവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ ദുഃഖത്തിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്ന്, അതാണ് കർത്താവിൻ്റെ ദൗത്യത്തിനായി, വേലയ്ക്കായി, സുവിശേഷ വേലയ്ക്കായി നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ പൗലോസ് താനൊരു ഓണസ്റ്റായിട്ടൊരു കാര്യം പറയാണ്. ഞാൻ ഈ ഓടി നടന്ന് നിങ്ങളുടെ ഇടയിലൊക്കെ വന്ന് സുവിശേഷം പറയുന്നതും, കപ്പലുകളിൽ യാത്ര ചെയ്ത് പലയിടങ്ങളിലെല്ലാം പോയി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ എന്തോ വലിയൊരു പുള്ളിയാണെന്ന് പറയാനോ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഞാൻ വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് കാണിക്കാനോ അല്ല, മറിച്ച് അത് തോന്നിപ്പിക്കുമായിരിക്കാം, അങ്ങനെ തോന്നുമായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി യാത്ര ചെയ്യുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബർഡൻ റിഗാർഡിംഗ് ദ ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോകുന്നവൻ്റെ ആത്മാവിൻ്റെ നഷ്ടത്തെ ഓർത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ദൗത്യത്തിൽ മുന്നോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിന് സഭയായോ വ്യക്തിയായിട്ടോ നാം ഒരുക്കപ്പെടുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കൂട്ടത്തിൽ ആളെ കൂട്ടാനുള്ള പരിപാടിക്ക് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രസ്ഥാനത്തിൽ ആളിനെ നിറയ്ക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ ആളുകൾ വരുന്ന ഒരു നല്ല സഭയാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഒരാളെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാളെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം, ബിക്കോസ് ഐ ആം മച്ച് ബർഡൻഡ് ഓഫ് ദ ലോസ് ഓഫ് ദാറ്റ് സോൾ. ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ നഷ്ടമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വി ആർ കൺസേൺഡ് അബൌട്ട് ദെയർ സോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ മറ്റുള്ള ആരോട് അറിയിക്കുന്നത്, ഇതൊരു സത്യമായ കാര്യമായതുകൊണ്ടാണ്, ഇതൊരു വാസ്തവമായ കാര്യമായതുകൊണ്ട്, ദർ ഈസ് സം റിയാലിറ്റി ഇൻ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവസഭയായി നാം കർത്താവിൻ്റെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ദിസ് ഈസ് എ ഫാക്ട്, ദിസ് ഈസ് എ ട്രൂത്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വിശ്വസിക്കുന്ന സുവിശേഷം ഒരു സത്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരാളോട് കർത്താവിനെക്കുറിച്ച് പറയുന്നതും കർത്താവിലേക്ക് അവനെ നേടിയെടുക്കാനും ആഗ്രഹിക്കുന്നത്, ഇതൊരു സത്യമായ കാര്യമായതുകൊണ്ടാണ്. ദിസ് ഈസ് എ ട്രൂത്ത്, എവർ ട്രൂത്ത്. ഇതെന്നും നിലനിൽക്കുന്ന ഒരു സത്യമാണ്. സോ ദാറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഫോർ ഓൾ ഓഫ് us. നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ ഒരു കടപ്പാടാണ്. ദർ ഈസ് എ ട്രൂത്ത് ആൻഡ് ദാറ്റ് ട്രൂത്ത് ഷുഡ് ബി ഗിവൺ ടു മെനി. അത് മറ്റുള്ളവരോട് അറിയിക്കണം, വിത്തൗട്ട് എനി പ്രിജുഡി. ഹല്ലേലൂയ. നമ്മൾ നിറമോ പൊക്കമോ, പ്രൈസ് ദി ലോർഡ്, സ്റ്റാറ്റസോ നോക്കിയിട്ടല്ല നാം ദൈവത്തിൻ്റെ വചനം മറ്റൊരാളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ സത്യങ്ങൾ, സുവിശേഷം മറ്റൊരാളെ അറിയിക്കുന്നത്. ബിക്കോസ് വി ആർ ടെല്ലിങ് ഓൾ ദിസ് കണ്ടന്റ് ബിക്കോസ് that person's soul is, അല്ലെങ്കിൽ വി ആർ ബർഡൻഡ് അബൌട്ട് ദ ലോസ് ഓഫ് ദാറ്റ് സോൾ. ആ ആത്മാവിൻ്റെ നഷ്ടത്തെക്കുറിച്ചുള്ള വലിയ ഭാരമാണ് നമ്മെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത്. Second, yes, as I was saying, Paul is honestly trying to convey his heart. രണ്ടാമത്തെ ഒരു കാര്യം, അതിൻ്റെ രണ്ടാമത്തെ വാക്യം, പോൾ ഈസ് ഡെലിവറിങ് ഹിസ് ഹെവിനെസ്, തൻ്റെ ഒരു ഭാരം പറയുകയാണ്. താൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷീകരിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം, എനിക്ക് വലിയ ദുഃഖവും, ആ പദം വലിയ ആഴത്തിലാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു വലിയ മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന എങ്ങനെയാണോ അതിനോട് സാമ്യപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ മൂലഭാഷയിലുള്ള പദം.
എൻ്റെ ഹൃദയത്തിൽ വലിയ നോവ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും മരിച്ചു കഴിയുമ്പോൾ, നമുക്ക് ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഡിയർ വൺ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, നമുക്ക് കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ കണ്ണുകളെല്ലാം കലങ്ങി നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു കല്ലെടുത്ത് വെച്ചേക്കുന്ന പോലെ ഒരു വലിയ ഒരു ഭാരവും അല്ലെങ്കിൽ വലിയൊരു നോവും, നമുക്കൊട്ടും സന്തോഷം തോന്നാത്ത, നമുക്കൊട്ടും ഒന്ന് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കഴിയാത്തതായ ഒരു സിറ്റുവേഷൻ, ഏകദേശം അതിനോട് സമമായി തന്നെയാണ് പൗലോസ് പറയുന്നത്. എന്തിനെ ചൊല്ലി? ഒരു ആത്മാവിനെ നേടാൻ കഴിയാതെ അവൻ്റെ നഷ്ടത്തെ ഓർക്കുമ്പോൾ, ആ ആത്മാവ് ദൈവത്തെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പൗലോസിൻ്റെ ഭാരമാണ് പറയുന്നത്. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാത്ത നോവും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, ഈ മരണം സംഭവിക്കുമ്പോൾ മരിച്ചവരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നോവുണ്ടാവും. നമ്മൾ കരയാണെന്ന് തോന്നും, നമുക്കൊരു കരച്ചിലുണ്ടാകും, നമുക്ക് ഭയങ്കര അതിയായ ദുഃഖമുണ്ടാകും. അപ്പോൾ ഈ നോവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. എന്നതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുമ്പോഴും ഒക്കെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ആത്മാവിനെ നഷ്ടമാക്കുന്നവരെ കുറിച്ച്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ നഷ്ടപ്പെടുന്നവരെ കുറിച്ച് ചൊല്ലി എനിക്ക് വലിയ ദുഃഖം ഉണ്ട് എന്ന് പൗലോസ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം, ദ ഹെവിനെസ് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഹെഡിങ് ടു ഹെൽ. നാശത്തിലേക്ക് അനേകർ എന്ത് ചെയ്യുക? പൊയ്ക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലിക്കായിട്ട് വേണ്ടി രാവിലെ ഇറങ്ങി നമ്മുടെ വാഹനവുമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നോക്കിക്കുക അല്ലേ? നമ്മൾ സാധാരണ പതിവായി കാണുന്ന കാഴ്ചയാണ്. ഓഫീസുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതേ കാഴ്ച തന്നെയാണ് പ്രൈസ് ദി ലോർഡ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും there is a heavy traffic towards the hell. നാശത്തിലേക്ക് പോകുന്നവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നടുവിൽ കൃപയാൽ നമുക്ക് കർത്താവിനെ അറിയാനും കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനൊക്കെ അവസരം ലഭിച്ചപ്പോൾ, ഈ കർത്താവിനെ അറിയുന്ന ട്രാക്കിലോട്ട്, അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വളരെ കുറച്ച് വണ്ടികളെ പോകുന്നുള്ളൂ, കുറച്ച് ട്രാഫിക്കേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഓരോ സമയവും നോക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ, നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം ഇങ്ങനെ വലിയ പെരുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വലിയ നമ്പറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ഇത് കാണുമ്പോൾ, ഈ ഒരു ഒഴുക്ക് കാണുമ്പോൾ, നരകത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് കാണുമ്പോൾ, ഓട്ടം കാണുമ്പോൾ, അങ്ങോട്ടുള്ള പോക്ക് കാണുമ്പോൾ എനിക്ക് അതിയായ ദുഃഖവും ഹൃദയത്തിൽ വലിയ നോവും ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതന്നെയാണ് ആത്മഭാരം എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. What is the last time that we are much burdened or burdened about a lost person? Or what is the last time that we are prayed for a lost person? നാശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിനായിട്ട് നമ്മൾ എന്നാണ് അവസാനമായി പ്രാർത്ഥിച്ചത്? ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ പിള്ളേരുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം പ്രാർത്ഥിക്കണം. നമുക്ക് ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം, നമുക്ക് നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടേതായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ പലപ്പോഴും പല രോഗങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഹൃദയം പൊട്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഹൃദയം ഞുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ ഒരു കാര്യം മുന്നിൽ സാധിക്കാനായിട്ട് നമ്മൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കാറുണ്ട്, നമുക്ക് വളരെ വേദനയോടൊരു ജോലിക്ക് വേണ്ടി നമ്മൾ ഏങ്ങലടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇന്ന് രാത്രികാലവും സംസാരിക്കുന്നത്, ആർ വി
പ്രേയിങ് ഇൻ ദാറ്റ് സെൻസ്. അതേപോലെ ലോകത്തിൽ നാശത്തിലേക്ക് പോകുന്നവൻ്റെ ഓർത്തിട്ട്, അവൻ്റെ ആ അനുഭവത്തെ ഓർത്തിട്ട്, അവൻ നാശത്തിലേക്കാണല്ലോ പോകുന്നത്, ഹീ ഈസ് ഗോയിങ് ടു ഹെൽ, അവൻ വലിയ നരകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ തോന്നിയിട്ട് ആ വിങ്ങലോടെ നമ്മൾ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊന്നും അത് കാണുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ അത് തെളിഞ്ഞു വരുന്നില്ല. നമുക്ക് ആത്മഭാരം എന്നുള്ളത് വി കനോട്ട് സീ ഇറ്റ് ഇൻ എ റിയൽ സെൻസ്. നമുക്കൊരു ആത്മാവ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഗൗരവം പലപ്പോഴും നമ്മളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ അറിഞ്ഞത് ആരൊക്കെയോ ഈ ആത്മാവ് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാരം പങ്കുവെച്ചതുകൊണ്ടാണ് നമ്മളിന്ന് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പെന്തക്കോസിന് 2, 3, 4 തലമുറകളിലുള്ളവർക്ക് അതറിയാൻ കഴിയത്തില്ലെങ്കിലും കർത്താവിനെ ഹൃദയത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടതായ ഒരവസരത്തിൽ ആരൊക്കെയോ അവർക്ക് നമ്മളോട് തോന്നിയ ആത്മഭാരം നിമിത്തം, അല്ലെങ്കിൽ ഞാൻ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ള ആ വലിയ ചിന്ത അവരെ ഭരിച്ചതുകൊണ്ട്, അവർ നമ്മളോട് മാറ്റമില്ലാത്ത സുവിശേഷം പറഞ്ഞതുകൊണ്ട് വി ആർ സേവ്ഡ് ആൻഡ് വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ദ ലോർഡ്, നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലവും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. വി ഹാവ് ടു ബി ബർഡൻഡ് or there should be a heaviness in our heart regarding the loss of the people. അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നവരെ ഓർത്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ടിടയായി തീരണം. ഞാൻ കഴിഞ്ഞ ജനറൽ കൺവെൻഷന് എനിക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ് അവിടെ പ്രസംഗിക്കാനായിട്ട് അവസരം ലഭിച്ചത്, ദൗത്യത്തെക്കുറിച്ച്, സഭയുടെ ദൗത്യത്തെക്കുറിച്ച്. അന്ന് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ കേട്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുണ്ടാകാം. അവിടെ ഞാനൊരു സംഭവ കഥ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. D.L. മൂഡിയുടെ ജീവിതത്തിൽ സുവിശേഷ വേലയെക്കുറിച്ച് തനിക്കുണ്ടായ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ഞാൻ അന്ന് പറഞ്ഞത് പലരും കേട്ട് കാണും. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പ്രൈസ് ദി ലോർഡ്. D.L. മൂഡി വലിയ കൺവെൻഷൻ പ്രാസംഗികനാണ്. വലിയ ആൾക്കാരെ ഒരു പ്രസംഗത്തിനൊക്കെ ഒത്തിരി പേരെ കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നേടിയെടുക്കുന്ന ആളാണ്. എന്നാൽ തൻ്റെ അയൽവക്കത്തുള്ള തൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ഇതുവരെയും അവനോട് താൻ എന്ത് ചെയ്തില്ല, സുവിശേഷം പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതുപോലൊക്കെ സാമ്യമുള്ള കാര്യങ്ങളാണ്. കാരണം വി ആർ വെരി ബർഡൻഡ് ഫോർ ദി ഗോസ്പൽ, ബട്ട് നമ്മളങ്ങ് അന്റാർട്ടിക്കയിലോ അവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ നാശത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ വെറിയിടല്ല. പ്രൈസ് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബിൽഡിങ്ങിൽ, നമ്മുടെ താഴെ നമ്മൾ സ്ഥിരം കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാർ പാർക്കിങ്ങിൽ നമ്മൾ എന്നും കൂടെ പോകുമ്പോൾ ഒരുപോലെ ഒരേ സമയത്ത് ലിഫ്റ്റിൽ വരുന്ന, ഒരേ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ആളുകൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ തൊട്ടടുത്ത ക്യാബിനിൽ വർക്ക് ചെയ്യുന്ന അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. വി മൈറ്റ് ബി മോർ ഫോക്കസ്ഡ് അബൌട്ട് ദി ഗ്ലോബൽ മിഷൻ ആൻഡ് ഓൾ. പക്ഷെങ്കിൽ തൊട്ടടുത്ത് ക്യാബിനിൽ വർക്ക് ചെയ്യുന്ന ഒരുവൻ, അവൻ നാശത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ബേർഡൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ D.L. മൂഡിയെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർപ്പിക്കാം. D.L. മൂഡിയുടെ എല്ലാ ദിവസവും വളരെ ടൈറ്റ് ഷെഡ്യൂൾഡാണ്. കൺവെൻഷൻ, അവിടുന്ന് കൺവെൻഷൻ, അടുത്ത ക്രൂസൈഡ്, അങ്ങനെ പോവുകയാണ്. ആയിരങ്ങൾ തൻ്റെ കൺവെൻഷൻ കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, രക്ഷിക്കപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു ദിവസം രാത്രി താൻ കിടന്നുറങ്ങുമ്പോൾ തൻ്റെ അടുത്ത സ്നേഹിതൻ, സുഹൃത്തുമായ അയൽവക്കക്കാരൻ, അവർ രണ്ടുപേരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ മരണശേഷം അവർ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന ഒരു വഴിത്താരയിൽ എത്തിയപ്പോൾ ഒരു ഗേറ്റ്, ആ ഗേറ്റിന് മുമ്പിൽ ഒരു ദൂതൻ നിൽക്കുകയാണ്. ദൂതൻ വന്നിട്ട് തൻ്റെ കയ്യിലുള്ള പുസ്തകമെടുത്ത് ഇങ്ങനെ പേര് പരിശോധിക്കുകയാണ്. പേര് പരിശോധിച്ചപ്പോൾ ഈ D.L. മൂഡിയുടെ സ്നേഹിതനും സുഹൃത്തും അയൽക്കാരനുമായ വ്യക്തിയുടെ പേര് ഈ ബുക്കിൽ നോക്കിയപ്പോൾ താൻ കണ്ടില്ല. അപ്പോൾ ഈ ദൂതൻ വളരെ ഖേദത്തോട് പറഞ്ഞു, സോറി മിസ്റ്റർ, നിങ്ങൾക്ക് ഈ ഗേറ്റ് വഴി സ്വർഗത്തിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. കാരണം നിങ്ങളുടെ പേര് ഈ ബുക്കിനകത്തില്ല. നിങ്ങൾ ഈ അപ്പുറത്തുള്ള വഴി കൂടെ നരകത്തിലോട്ട് പോകാനുള്ള ഗേറ്റിൽ കൂടെ പോകണം. യു ആർ ഗോയിങ് ടു ഹെൽ എന്ന് ഈ വ്യക്തിയോട് പറഞ്ഞു. അങ്ങനെ വളരെ ദുഃഖത്തോടെ ഇദ്ദേഹം ആ ഹെല്ലിൽ, അല്ലെങ്കിൽ നരകത്തിലുള്ള വഴിയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് D.L. മൂഡിയുടെ പേര് ഈ ദൂതൻ നോക്കി ഈ ബുക്കിൽ വന്നു. യെസ്, ഓഫ് കോഴ്സ് D.L. മൂഡി, യുവർ നെയിം ഈസ് ദെയർ ഇൻ ദിസ് ബുക്ക്, യു ക്യാൻ ഗോ ടു ദി ഹെവൻ. നീ സ്വർഗത്തിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയാണ് ഒരു വഴിയുടെ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിയായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ പിരിഞ്ഞു പോകുന്ന ആ ഒരു പോയിന്റിൽ രണ്ടുപേർക്കും തമ്മിൽ അല്പനേരം ഒന്ന് കാണാം. അപ്പോൾ D.L. മൂഡി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തും താൻ എന്നും കാണുന്നൊരു വ്യക്തി ഇതാ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റേ വ്യക്തി
തിരിച്ച് നിന്ന് ഡി എൽ മോഡിയോട് മുഖത്തോട്ട് നോക്കി പറയാനുള്ള അവസരം ഉണ്ടാകുന്നില്ലെങ്കിലും തൻ്റെ മുഖഭാവത്തിൽ നിന്ന് താൻ ഒരു കാര്യം വായിച്ചെടുത്തു. ഇതാണ് താൻ മുഖഭാവത്തിലൂടെ സംസാരിച്ചത്. ഡി എൽ മോഡി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ തമ്മിൽ ഒന്നിച്ച് കാണുന്നുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, അയൽവക്കക്കാരാണ്. നീ എൻ്റെ വീട്ടിലും ഞാൻ നിൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സത്യത്തെക്കുറിച്ച്, ഇങ്ങനൊരു സ്വർഗത്തെക്കുറിച്ച്, ഇങ്ങനൊരു അനുഭവത്തെക്കുറിച്ച് നീ എന്നോട് ഇതുവരെയും പറഞ്ഞില്ലായിരുന്നല്ലോ. അങ്ങനെ എങ്ങാണ് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ കൂടെ ആ നല്ല സ്വർഗത്തിലേക്ക് വന്നേനമായിരുന്നല്ലോ. ഞാൻ നോക്കിക്കേ ഇന്ന് നരകത്തിലേക്ക് പോകുന്നു, നീ നല്ല സ്വർഗത്തിലേക്ക് പോവുകയാണ്. നീ ഒരിക്കലെങ്കിലും ഒരു വാക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആ സ്വർഗത്തിൽ നിൻ്റെ കൂടെ വന്നേനമായിരുന്നല്ലോ എന്ന് ഡി എൽ മോഡിയോട് പറയുന്ന ആ സ്വപ്നം, ആ ഒരു കാഴ്ച തന്നെ അധികമായി ഭയപ്പെടുത്തി. താൻ അതുകൊണ്ട് തീരുമാനിച്ചു, ആരോടാണെങ്കിലും സുവിശേഷം പറയുന്നതിൽ താൻ ഒരിക്കലും ഒരു മറവ് കാണിക്കുന്നില്ല എന്ന് ഡി എൽ മോഡി അന്ന് തീരുമാനിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ കൺവെൻഷനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട് കാണും. എങ്കിൽ കൂടി ഇത് ഈ അവസരത്തിൽ വളരെ ഒന്നുകൂടെ റെലവൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെയൊക്കെ പ്രൈസല്ലോ ചുറ്റുപാടുമുള്ളവർ നാശത്തിലേക്കാണ് പോകുന്നതെന്നുള്ള ചിന്ത നമ്മെ ഭാരപ്പെടും. ഒരുപക്ഷെ നമുക്ക് സുവിശേഷം പറയാൻ കഴിഞ്ഞു കാണത്തില്ല, നമുക്കവരോട് നമ്മുടേതായ പ്രത്യേകമായ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ രാജ്യത്തിൻ്റെയൊക്കെ സംവിധാനം അനുസരിച്ച് നമ്മൾ അവരോട് അങ്ങനെ പരസ്യമായിട്ടൊന്നും പറയാൻ കഴിയത്തില്ലായിരിക്കും. മറ്റ് മതസ്ഥരായിരിക്കാം, അതിലെങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ നമുക്ക് ഒത്തിരി ബാരിയേഴ്സ് ഉണ്ട്. എന്നാൽ ആത്മാർത്ഥമായിട്ട് ദൈവമേ ഇന്ന വ്യക്തി നാശത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ട്, ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിയാൻ സഹായിക്കണമെന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന അവസരമാണ് ദൈവം നോക്കുന്നത്. പൗലോസ് അതാ പറയുന്നത്, അതായത് എൻ്റെ ഹൃദയത്തിൽ വലിയ നോവ്, ദർ ഈസ് എ ഹങ്കർനെസ്. അവിടെ മൂന്നാമത്തെ വാക്യം വളരെ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു വാക്യമാണ്. പൗലോസിൻ്റെ വാക്ക് കേട്ടോണം. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർ, യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പ്രൈസ് അല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഡി എൽ മോഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡി എൽ മോഡി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആ സ്നേഹിതനില്ലാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസും അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ ചാർച്ചക്കാർ, പ്രൈസ് അലോഡ്, എൻ്റെ സഹോദരൻ, പ്രൈസ് അലോഡ്ക്ക് വേണ്ടി ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോട് വേറിട്ട് എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ദ പെർമിഷൻ ടു എൻ്റർ ഇൻ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് പോകാനുള്ള അവകാശവും സാവകാശവും ഭാഗ്യവും എനിക്ക് ലഭിച്ചു. എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നവനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് ഞാൻ അത് തന്നെയല്ലേ പറയുന്നത്. ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് എനിക്ക് യേശുവിനെ വേണ്ട, ഞാൻ അങ്ങ് ശാപത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങ് നാശത്തിലേക്ക് പോകാനായിരിക്കുന്നു. കാരണം യേശുവിനൂടെ പോകുന്നതായ ആ നന്മ പോലും ഞാൻ നാശത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ ചാർച്ചക്കാരൻ, എൻ്റെ സഹോദരൻ്റെ ആവശ്യം കണ്ടപ്പോൾ എനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ശ്രേഷ്ഠത വേണ്ട, ക്രിസ്തുവിൻ്റെ കൂടെയുള്ള അനുഭവം വേണ്ട, അനുഗ്രഹം വേണ്ട, ഞാനും ഒരു നരകത്തിലേക്ക് തന്നെ പോകാൻ അങ്ങ് ആഗ്രഹിക്കുക. കാരണം അവനെ കൂടാതെ, എൻ്റെ ചാർച്ചക്കാരനെ കൂടാതെ, എൻ്റെ സഹോദരനെ കൂടാതെ എനിക്ക് ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് പോകണ്ട. ഈവൻ ഐ ആം റെഡി ടു ഡിനൈ മൈ പ്രൈസ് ദി ലോർഡ് മൈ എൻട്രി ടു ദി ഹെവൻ. സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഭാഗ്യം, എൻ്റെ അവസരം, എൻ്റെ ചാൻസിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് അവന് വേണ്ടി ഞാൻ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. അവന് വേണ്ടി ആ അവസരത്തെ പോലും വിനിയോഗിക്കാതെ ഞാൻ മാറി നിൽക്കുന്നു. പൗലോസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നോക്കിക്കേ, പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തിൻ്റെ തീവ്രത നോക്കിക്കേ. സ്വർഗം തനിക്ക് സാങ്ഷനായി കിടക്കുകയാണ്. സ്വർഗം തനിക്ക് പോകാൻ തൻ്റെ മുന്നിൽ തന്നെ അതിനുവേണ്ടി യോഗ്യനായി നിൽക്കുകയാണ്. ഹീ ഈസ് വർത്തി ടു എൻ്റർ ഇൻ ടു ദ ഹെവൻ. ഹീ ഈസ് ഓൾറെഡി got the very sanction to enter into the heaven. But he is saying, because of my brother, because of that one who is near to me, because of the one for I could wish that myself were accused, separated from Christ for the sake of my brethren and my kinsmen according to the flesh.
ഈ ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ പ്രിയപ്പെട്ടവരും ഇല്ലാതെ ആ സ്വർഗത്തിലേക്ക് പോകാതെ ഞാൻ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ദ ബർഡൻ. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. എൻ്റെ കൂടപ്പിറപ്പില്ലാതെ, എൻ്റെ പ്രിയപ്പെട്ടവരില്ലാതെ, എൻ്റെ കൂട്ടുകാരനില്ലാതെ, എൻ്റെ സുഹൃത്തില്ലാതെ ഞാൻ ആ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസിൻ്റെ ആ ഹങ്കർനെസ് നോക്കിക്കേ, ദ വെരി ഹങ്കർനെസ് ഓഫ് പോൾ ടുവേഴ്സ് ദ മിഷൻ. ഇന്ന് ഈ രാത്രികാലം ഈ 9-ാമത്തെ അധ്യായം നമ്മെ ഓർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ ഒത്തിരി വാക്കുകളും വചനങ്ങളും കേൾക്കുന്നവരാണ്, എന്നാൽ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യവും ബോധ്യവും ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ്, എ മാനിഫെസ്റ്റ് ഒബ്ലിഗേഷൻ, ഒരു വലിയ ഉത്തരവാദിത്വം, വലിയൊരു കടപ്പാട്, വലിയൊരു ഒരു 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 ഒബ്ലിഗേഷൻ പൗലോസ് വ്യക്തമാക്കുകയാണ്. അടുത്തത് പൗലോസ് ഈ സഹോദരന്മാരെ തന്നെ നോക്കിയിട്ട് പറയുകയാണ്, ദെർ വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ബട്ട് യു മിസ്ഡ് ഇറ്റ്. അതാണ് 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അപ്പോൾ ഗോഡ് ഹാസ് ഗീവൺ എ ഗിഫ്റ്റ് ടു ഇസ്രായേൽ. അതാണ് 4 അതിൻ്റെ 5-ന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോഴും, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. സോ ഗോഡ് ഹാസ് ഗീവൺ എ ഗിഫ്റ്റ് ടു ഇസ്രായേൽ. ഇതെല്ലാം ഇസ്രായേലിന് കൊടുത്തിരുന്നു. അപ്പോൾ പൗലോസ് ഓർപ്പിക്കുകയാണ്, ഈ നാശത്തിലേക്ക് പോകുന്നവരെക്കുറിച്ചുള്ള എൻ്റെ ദുഃഖം, അവൻ്റെ കയ്യിൽ ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് തട്ടിക്കളഞ്ഞവരാണവർ. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ദുഃഖവും നോവും അതാണ്. കാരണം ഇതെല്ലാം അവർക്ക് വേണ്ടിയായിരുന്നു ദൈവം ഒരുക്കിയത്. ഇസ്രായേൽ ജനത്തിനെ കുറിച്ചുള്ള ചരിത്രം പരിശോധിക്കുക, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികൾ അല്ലെങ്കിൽ ദ കവനന്റഡ് പീപ്പിൾ വേർ ദിസ് ഇസ്രായേൽ, ഈ ഇസ്രായേലിനാണ് ഇതെല്ലാം അവകാശപ്പെട്ടത്. ഫസ്റ്റ് എന്താ പറയുന്നത്, റെസിപ്പിയൻ്റ് ഓഫ് ഗോഡ്സ് ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആദ്യ ദാനം, ദ ഫസ്റ്റ് റെസിപ്പിയൻസ് ടു റിസീവ് ദ എവറി ഹെവൻലി ഗിഫ്റ്റ്സ്, സ്വർഗത്തെക്കുറിച്ചുള്ള സകല ആത്മീയ നന്മകളും പ്രാപിക്കാനുള്ള ഫസ്റ്റ് ചാൻസ് ഉള്ള, ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പായിരുന്നു ഇസ്രായേലിയർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പൗലോസിൻ്റെ ദുഃഖം അതാണ്. ഇറ്റ് വാസ് ദെയർ ഗിഫ്റ്റ്, ഇത് അവർക്കുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത് അവർ ഇസ്രായേലിയർ ബിക്കോസ് ദേ ആർ ദ ചൂസൺ വൺ. പിന്നെ അവർ പുത്രത്വം ലഭിച്ചവർ, ദേ ഗോട്ട് ദ സൺഷിപ്പ്, ദേ വെർ കോൾഡ് ആസ് ദ സൺസ് ഓഫ് ഗോഡ്. പിന്നെ എന്താ, തേജസ്സും നിയമങ്ങളും, ദേ ഗോട്ട് ദി ലോ, ദൈവം അവർക്കാണ് പ്രമാണം കൊടുത്തത്. ദേ ഗോട്ട് ദി ഗ്ലോറി ആസ് ദ ചൂസൺ ജനറേഷൻ. പിന്നെ അവർക്ക് എന്താണ്, നിയമങ്ങളും ന്യായപ്രമാണം ആരാധനയും വാഗ്ദത്തങ്ങളും. ദേ ആർ എലിജിബിൾ ടു വർഷിപ്പ് ദ ലോർഡ്. ഈ ദൈവത്തെ ആരാധിക്കാൻ ജാതിയരായ ആർക്കും അവകാശമില്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആരാധന ആലയത്തിൽ, സമാഗമന കൂടാരത്തിലും ദൈവിക ആലയത്തിലും ദേവാലയത്തിലും ഒക്കെ ചെന്ന് ആരാധന അർപ്പിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഇടത്തിലേക്കുള്ള ആക്സസ് ലഭിച്ചവരായിരുന്നു ആര്, ഈ ഇസ്രായേലിയർ. ആരാധനയും വാഗ്ദത്തവും അവർ പിതാക്കന്മാരും അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദി വെരി ട്രഡീഷൻസ് ഓൾ ഫോളോ വിത്ത് ദിസ് ഇസ്രായേൽ. സോ ആ ഗിഫ്റ്റിനെ എന്ത് ചെയ്തു, ദേ മിസ്ഡ് ഇറ്റ്, ദേ മിസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. മാത്രമല്ല 5-ാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ദേ വേർ ദ വൺ ഗോഡ്സ് ഗ്രേസ് എൻജോയ് ചെയ്യാൻ, ഗോഡ്സ് ഗ്രേസ് റിസീവ് ചെയ്യാനുള്ള ഫസ്റ്റ് ചാൻസ് ലഭിക്കുന്നവരും അവർ തന്നെയായിരുന്നു. കാരണം എന്താണ്, ജീസസ് ഹിംസെൽഫ് കെയിം ഫ്രം ദാറ്റ് സെയിം ട്രൈബ് ഓർ സെയിം ഗ്രൂപ്പ്. യഹൂദന്മാരിൽ നിന്ന് തന്നെയാണ് യേശു വന്നത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ യേശു തൻ്റെ പ്രസ്താവന ശമരിയ സ്ത്രീകളോടും മറ്റ് വ്യക്തികളോടും പറയുമ്പോൾ, ഞാൻ ഇസ്രായേലിലെ തെറ്റിപ്പോയ ആടുകളെ തേടിയാണ് വന്നത്.
യേശു വളരെ വ്യക്തമായി പറയുന്നു, മൈ മിഷൻ ഈസ് ടു റിഡീം ദ പീപ്പിൾ ഹു ഹാസ് ബിൻ ലോസ്റ്റ്, അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ആർ ബിൻ ലോസ്റ്റ് ഇൻ ദ വിൽഡർനെസ്. ഈ മരുഭൂമിയിൽ തെറ്റിപ്പോയ ഈ ആടുകളെ തേടിയാണ് ഞാൻ വന്നത്. മൈ മിഷൻ വാസ് ഫോർ ദം ബിക്കോസ് they are the first recipient to receive this grace. ഈ കൃപ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ ആദ്യം ഇവരായിരുന്നു. സോ പൗലോസിൻ്റെ ഉള്ളിലെ ആത്മഭാരത്തിൻ്റെ ഒരു വലിയ കാര്യം, ഈ ദൈവകൃപ അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ, ദൈവിക ദാനങ്ങൾ ലഭിക്കാൻ നിയോഗിക്കപ്പെട്ട ഇസ്രായേലിയർ, യഹൂദന്മാർ, അവർ ആ അവസരത്തെ നഷ്ടപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. തൊട്ടരികിൽ വന്ന ദൈവിക അവസരത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ചൊല്ലിയുള്ള ഒരു ആത്മഭാരത്തിൻ്റെ അനുഭവങ്ങളാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലും പലരും ഈ ഒരു വലിയ കൃപാദാനത്തിൻ്റെ അരികിലൂടെ പോവുകയാണ്. ദേ ആർ വെരി നിയർ ടു ദിസ് ഗിഫ്റ്റ്, ദേ ആർ വെരി നിയർ ടു ദിസ് ഗ്രേസ്. ഒരുപക്ഷെ അവർ തൊട്ടരികിൽ വന്നിട്ടായിരിക്കാം നാശത്തിലേക്ക് പോകുന്നത്. ഈ കൃപാദാനം അനുഭവിക്കാൻ ദൈവം നിയോഗിച്ചത് അവരുടെ തൊട്ടരികിൽ വന്നത്, ചുണ്ടിനും കപ്പിനും ഇടയ്ക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗ്യകരമായ അവസരം അവരിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം നോബഡി ഷുഡ് മിസ് ഔട്ട് from this grace. Nobody should miss out from the gift, the God's gift. ദൈവത്തിൻ്റെ ദാനത്തിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേവലം ഒരു ആരാധന കഴിച്ച് ഒരു സൺഡേ വന്ന്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന്, ഒരു കൂട്ടായ്മയ്ക്ക് കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന്, കുറച്ച് നേരം അവിടെ സമയം ചെലവിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാഷ്വൽ ജീവിതം നയിച്ച് പ്രാർത്ഥനയുണ്ടോ ചോദിച്ചാൽ വേണമെങ്കിൽ അത്യാവശ്യം പ്രാർത്ഥിക്കാം, ഒരു ചടങ്ങ് തീർത്തു പോകാൻ വേണ്ടി അല്ല വാസ്തവത്തിൽ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് എവ്രി വൺ വിത്ത് എ മിഷൻ. എല്ലാവരെയും ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ യു മേ ബി ഡൂയിങ് എ ജോബ്. നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടാകാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മളെയൊക്കെ ദൈവം ഓരോ സ്ഥാനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടാകാം. ബട്ട് അണ്ടർലൈനിങ് ദെയർ ഈസ് എ മിഷൻ. ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടം, ഇറ്റ്സ് അവർ മിഷൻ ഫീൽഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടം എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ മിഷൻ ഫീൽഡ്. അത് നമ്മുടെ സുവിശേഷ വേലയുടെ വയലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എവിടെ ആയിരിക്കുന്നതോ അവിടെ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന മിഷൻ ഫീൽഡാണ്. എന്നെ ദൈവം ഒരു നിയോഗത്തിനായി ദുബായിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദിസ് ഈസ് മൈ മിഷൻ ഫീൽഡ് ഹിയർ ഇൻ ദുബായ്. ഹല്ലേലൂയ. നമ്മളെ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാക്കി നിങ്ങളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2-3 പേര് വരുന്ന കുട്ടികളാണ് നിങ്ങളുടെ മിഷൻ ഫീൽഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ദൈവം ആക്കി വെച്ച് നിയോഗിച്ചിരിക്കുന്നതായ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ ദൗത്യ മേഖല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ വേലയിൽ ഭാഗവാക്കായിരിക്കുകയാണ്. വി ആർ ഓൾ ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് ഗോഡ്സ് ഗ്രേറ്റ് മിഷൻ. അപ്പം നമ്മളാരും പ്രൈസ് ദി ലോർഡ് എ നോമിനൽ ക്രിസ്ത്യൻ, ഒരു സാധാരണ വിശ്വാസി, എ നോമിനൽ ബിലീവർ എന്നൊരു കാറ്റഗറി ഇല്ല. വി ആർ എൻട്രസ്റ്റഡ് വിത്ത് എ മിഷൻ. നാശത്തിലേക്ക് പോകുന്നവരെക്കുറിച്ചുള്ള ആത്മഭാരം നമ്മളിൽ അധികമായി ഉണ്ടാകാനായിട്ടിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. സോ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഇസ്രായേൽ, അതാണ് പൗലോസിനെ അധികം ബേർഡൻഡ് ആക്കിയത്. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താനായിട്ട് പോവുകയാണ്. A magnificent observation that is making on Christ. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ ഒരു കാര്യം പറയുകയാണ്. that he culminate his burden by seeing Christ. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് 5-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം, 5-ാമത്തെ വാക്യം തന്നെ 3ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. ഇവിടെ ഒരു ഡോക്സോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആരാധനയുടെ വാക്ക്, ഒരു വലിയ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു വാക്കാണ് അവസാനം. അതുകൊണ്ടാണ് ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ ഒരു ആരാധന, ഒരു ഗ്ലോറിഫിക്കേഷൻ അവിടെ ദൈവം മുമ്പാകെ പൗലോസ് പറയുകയാണ്. അവിടെ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വലിയ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടൊരു ഒബ്സർവേഷൻ പൗലോസ് പറയുകയാണ്. 3 കാര്യങ്ങൾ. ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവൻ സർവ്വത്തിനും മീതെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവിടെ ഒരു വാക്യം ഇതിനകത്ത് മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന, അവൻ സർവത്തിനും മീതെ ദൈവമായി. പ്രൈസ് ദി ലോർഡ്. ഹീസ് ബീൻ മാനിഫെസ്റ്റഡ് ഓർ ഹീസ് ബീൻ അനോയിൻറ്റഡ് ആസ് ക്രൈസ്റ്റ്. അവൻ അനേകരെ രക്ഷിക്കാനായി ദൈവമായി വന്നവനാണ്. ഹി വാസ് ആൻ അനോയിൻറ്റഡ് പേഴ്സൺ. യേശു നിങ്ങളുടെ ഇടയിൽ ജനിച്ചവരായിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ചവനാണ് എന്നൊക്കെ ഇരുന്നാലും ഹി വാസ് ദി അനോയിൻറ്റഡ് മെസ്സയ്യ. കൺസേണിങ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, പൗലോസ് കോൾസ് ഹിംസ് ആസ് എ ക്രൈസ്റ്റ്. അവരെ വിളിക്കുന്നത് ക്രിസ്തു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന്. ഹി ഈസ് ക്ലെയിമിംഗ് ദാറ്റ് ദ ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ദ അനോയിൻറ്റഡ് വൺ, the one who has the Messiah, or one who is known as Messiah. മാത്രമല്ല, അടുത്തൊരു കാര്യം കൂടെ അവിടെ പറയുന്നത്, ആ വാക്യത്തിൽ തന്നെ പറയുന്നത് സർവത്തിനും മീതെ, കൺസേണിങ് ദ പവർ ഓഫ് ജീസസ്. അവിടെ ഓവർ ഓൾ എന്നുള്ള വാക്ക്, എല്ലാത്തിനും മീതെ. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് ദ വൺ ഹാവിങ് ദ പവർ. അപ്പോൾ ഒരുവനെ നാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരുവൻ്റെ ശക്തിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് അവൻ സർവത്തിനും മീതെ ദൈവം. ഹീ ഈസ് ഗോഡ് ഓഫ് ഓൾ തിങ്സ്. ഹീ ഈസ് ഗോഡ് ഓവർ ഓൾ തിങ്സ്. സർവത്തിനും മീതെ ദ പവർ ഓഫ് ജീസസ്. ഏത് മനുഷ്യനെയും പ്രൈസ് ദി ലോർഡ് കർത്താവിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ഭാരമുണ്ട്, എനിക്ക് നോവുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, എന്നാൽ ഒരു കാര്യത്തിൽ എനിക്കൊരു വലിയ ഉറപ്പുണ്ട്. ദർ ഈസ് എ ക്രൈസ്റ്റ് ഹൂ ഈസ് ഓവർ ഓൾ തിങ്സ്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നരഭോജികളായിരിക്കുന്ന ആളുകൾ പോലും കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന ചരിത്രം ഈ ക്രിസ്തീയ അനുഭവത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ കർത്താവിൻ്റെ സുവിശേഷവുമായി ചെന്ന അനേക പ്രൈസ് ദി ലോർഡ് മിഷണറി വീരന്മാരുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെ കഴിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ കൊന്ന് തിന്നുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചവനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. മനുഷ്യരെ കണ്ടാൽ കൊല്ലുന്ന അനുഭവമുള്ളവരാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ് അങ്ങനെ നരഭോജികൾ, മനുഷ്യരെ കഴിക്കുന്ന കാനിബൽസ് ആയിട്ടുള്ള ആളുകൾ, ദൈവത്തിൻ്റെ വചനം, ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് അപ്പോൺ ദം, അവരെ പോലും ഹാലല് മനുഷ്യ സ്നേഹികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി യേശുവിലുണ്ട്. ദ ട്രാൻസ്ഫോമിങ് പവർ. യേശുവിൻ്റെ പക്കലുള്ള ശക്തി അതാണ്. ഒരു മനുഷ്യനെ മാറ്റുവാനായിട്ട് കഴിയും. ദൈവത്തിന് വേണ്ടി ഒരിക്കലും സമർപ്പിക്കപ്പെടുകയില്ല എന്ന് വാദിച്ചിരുന്ന പലരെയും ദൈവം ഒടിച്ചു മടക്കി പ്രൈസ് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകരാക്കി മാറ്റിയ ചരിത്രം നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ശക്തി ഹല്ലേലൂയ അവരുടെ മേൽ വ്യാപരിച്ചതുകൊണ്ടാണ്. മാത്രമല്ല, അവസാനം ആ വാക്യം വായിക്കുന്നൊരു കാര്യം, പറഞ്ഞ് നിർത്തുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ദ പൊസിഷൻ ഓഫ് ജീസസ് ഈസ് ഫോർ എവർ. സോ യേശുവ് കാലഘട്ടം കൊണ്ട് അവൻ്റെ പൊസിഷൻ ഡിമിനിഷൻ വന്നില്ല. ഇന്നും പ്രൈസ് ദി ലോർഡ് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ സ്ഥാനം ഇന്നും അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ ശമര്യയിലൂടെ, കഫർന്നഹൂമിലൂടെ, ഗലീലിലൂടെ സഞ്ചരിച്ച് അനേകരെ, രോഗികളെ, വ്യാധി പിടിച്ചവരെ, പ്രൈസ് ദി ലോർഡ് ഭൂതം ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയവൻ്റെ ശക്തി ഇന്നും അങ്ങനെ തന്നെയാണ്. അവരെന്നേക്കും അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സോ നമ്മെ സംബന്ധിച്ച് we have a very opportune time. നല്ല അവസരമാണ്. കാരണം the position of Jesus Christ has not changed. യേശുവിൻ്റെ സ്ഥാനം മാറിയിട്ടില്ല. അന്ന് ഹല്ലേലൂയ ഗലീല നാടുകളിലൂടെ സഞ്ചരിച്ച് അനേകർ കർത്താവിനെ അറിഞ്ഞതായ ആ ദൈവശക്തി വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആ സ്ഥാനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കാനുള്ള ശക്തി ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ the burden of the lost person, നഷ്ടത്തിലേക്ക് പോകുന്നവനെ കുറിച്ചുള്ള വേദന, we can revive it because there is a person called Jesus. There is a person who exhibits the power, that is Jesus. There is a person who has the right position
ടിൽ ടുഡേ ആൻഡ് ഫോർ എവർ, ദാറ്റ് ഈസ് ജീസസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രാത്രികാലം, ദൈവം നമ്മുടെ മേൽ തന്ന ആ ഭാരം, ആത്മാക്കൾ നഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള ഭാരം, അതൊന്ന് വർദ്ധിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് തെരുവുകളിലോ അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുത്തോ പ്രസംഗിച്ചോ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഒരു പുഞ്ചിരിയോടെ നോക്കി ഒരാളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയാൻ കഴിയുന്ന ആരൊറ്റ കാര്യം ചെയ്താലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവസ്നേഹം പങ്കുവെക്കുകയാണ്. കർത്താവ് നമ്മെ അതിനായി ഈ രാത്രികാലം ഒരുക്കട്ടെ. എത്ര പേർക്ക് എൻ്റെ ഉള്ളിൽ ഒരു ആത്മഭാരം നിറയ്ക്കണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കാലാകാലങ്ങളിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ വർധനവെന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ ആത്മഭാരത്തോടെ മറ്റൊരാളോട് ദൈവത്തെക്കുറിച്ച് അറിയിച്ചതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹം വർദ്ധിച്ചത്. ഇന്ന് പലപ്പോഴും നമ്മൾ ബയോളജിക്കൽ ഗ്രോത്തിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. എന്നാൽ ആ ബയോളജിക്കൽ ഗ്രോത്തിനപ്പുറത്തായിട്ട് പുതിയ വിശ്വാസികൾ, പുതിയ പലവിധമായ പാരമ്പര്യങ്ങളിൽ നിന്ന്, പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ നമ്മുടെ ഇടയിലേക്ക് വരുവാൻ ഇടയായിത്തീരണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ആ നാശത്തിലേക്ക് പോകുന്നവരെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനിടയാകട്ടെ. അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ രാത്രികാലം അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് ഈ കേട്ടതായി വചനത്തിനു മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ കഴിയും? ദൈവ